ശ്രീ സേനാപതി വേണു, അങ്ങ് മുംബൈയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം. ഇതുവരെ അങ്ങനെ ചോദിച്ചിരുന്നില്ല. ഇവിടെ BJP ഒരു വലിയ പരീക്ഷണം നടത്തി. മഹാരാഷ്ട്രയിൽ തങ്ങളെക്കാൾ അംഗസംഖ്യ കുറഞ്ഞ ശിവസേന വിഭാഗത്തിന് മുഖ്യമന്ത്രി പദം വെച്ച് നീട്ടി. മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രിയായി സ്വയം ഒതുങ്ങി. ശിവസേന എന്നാൽ ബാൽ ഠാക്കറെ, ബാൽ ഠാക്കറെ എന്നാൽ മറാഠ വികാരം. അവിടെ ശിവസേനയുടെ മകനെ, ബാൽ ഠാക്കറെയുടെ മകനെ വെല്ലുവിളിച്ചുകൊണ്ട് ബാൽ ഠാക്കറെയുടെ ശിഷ്യനായ ഏക്നാഥ് ഷിൻഡെ പുറത്തേക്ക് പോകുന്നു. MP-മാരും MLA-മാരിലും നേതാക്കളിലും ഭൂരിഭാഗം ഒപ്പം പോകുന്നു. അപ്പോഴും ഉദ്ധവ് ഠാക്കറെ ഉറപ്പിച്ചു പറഞ്ഞത് അണികൾ ഞങ്ങളോടൊപ്പമെന്നാണ്. അതിനുശേഷമുള്ള ഒരു വലിയ പരീക്ഷയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാര്യമായ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാനായില്ല. ഇപ്പോഴിതാ താഴെത്തട്ടിൽ നിയമസഭാ തലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമുക്ക് ആ കക്ഷി നില നോക്കാം. ശിവസേന ഷിൻഡെ വിഭാഗം 56, ഉദ്ധവ് ഠാക്കറെ വിഭാഗം 19, NCP 39, NCP ശരത് പവാർ 13. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ബാരാമതി ശക്തി കേന്ദ്രമാണ് NCPയുടെ. അജിത് പവാർ മുന്നിട്ട് നിൽക്കുകയാണ്. BJP നേതൃത്വം, പ്രത്യേകിച്ച് അമിത്ഷാ ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം യഥാർത്ഥ ശിവസേന ആർക്കൊപ്പമെന്ന്, യഥാർത്ഥ NCP ഏതാണെന്ന്. അതിനുള്ള മറുപടി കൂടിയല്ലേ. 2, ശിവസേന എന്താണെന്ന് അങ്ങേക്കറിയാം. ശിവസേനയുടെ നേതൃത്വം ബാൽ ഠാക്കറെയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഉദ്ധവ് ഠാക്കറെയുടെ നേതൃത്വത്തിൽ ശിവസേനയുടെ മറാഠ വികാരത്തെ BJP മുന്നോട്ട് വയ്ക്കുന്ന ദേശീയതയിൽ നിന്ന് വേർപെടുത്തി അതിലൊരു ഏറ്റുമുട്ടലുണ്ടാക്കി ബാൽ ഠാക്കറെ എന്ന് എതിർത്തിരുന്ന കോൺഗ്രസ് പക്ഷത്തേക്ക് പോകുന്നു. ഒരു വശത്ത് കോൺഗ്രസും മറുവശത്ത് NCPയുമായി നിൽക്കുന്നു. യഥാർത്ഥ ശിവസൈനികർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിൻ്റെ കൂടി സൂചനയല്ലേ ഇത്? 1. 2, പ്രാദേശികവാദത്തിനപ്പുറം ദേശീയതയിൽ ഊന്നി പ്രചാരണം നടത്തിയ BJPയുടെ ലീഡ് നില 127. അന്തിമ ഫലം വരാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ BJPയുടെ മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ പ്രകടനം, ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം, ഏറ്റവും മികച്ച സീറ്റ് നിലയാകാനുള്ള എല്ലാ സാധ്യതയുമാണ് തെളിയുന്നത്. ഇത്തരം കാര്യങ്ങളിലേക്ക് ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് കൂടി വരാം. പക്ഷേ ഒന്നുണ്ട്, ഇന്ന് ഇപ്പോഴത്തെ കക്ഷിനില അനുസരിച്ചാണെങ്കിൽ ഔദ്യോഗികമായ ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടാവില്ല. 40ഉം 13ഉം 53. മറ്റൊന്ന്, BJP മത്സരിച്ച സീറ്റുകൾ, അങ്ങൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, 145 സീറ്റാണ് ചർച്ചകൾക്കൊടുവിൽ BJPക്കായി മാറ്റിവെച്ചത്. അതിൽ 4 സീറ്റുകൾ കൂടി ചെറുകക്ഷികൾക്ക് നൽകിയ BJP 141 സീറ്റിൽ മത്സരിച്ചു. അതിലാണ് 127 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നത്. ശ്രീ സേനാപതി വേണു, BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രത്തെ അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ശിവസേനയെ പിളർത്തിക്കൊണ്ട് വേണമെങ്കിൽ ഫഡ്നാവിസിന് അന്ന് വേണമെങ്കിൽ ഒരു മുഖ്യമന്ത്രി പദത്തിൽ അവകാശവാദം ഉന്നയിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അദ്ദേഹം വ്രണിത ഹൃദയനായിരുന്നു, മുറിവേറ്റയാളായിരുന്നു. ഇടയ്ക്ക് അതുകൊണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ആലോചിച്ചു എന്നുള്ളത് ശരിയാണ്. നമ്മൾ കൃഷ്ണരാജെ മനസ്സിലാക്കേണ്ടത്, ഇതിനു മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, 5 കൊല്ലം മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അന്ന് മഹാരാഷ്ട്രയിൽ ഒരു മുദ്രാവാക്യമുണ്ട്, ഒരു കൗതുകരമായ ഒരു മുദ്രാവാക്യമായിരുന്നു. വഹാം നരേന്ദ്ര, അവിടെ നരേന്ദ്രമോദി, ഡൽഹിയിൽ യഹാം ദേവേന്ദർ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്ര ഫഡ്നാവിസ്. വളരെ ആവേശത്തോടു കൂടി BJPക്കാർ ഏറ്റെടുത്ത ഒരു മുദ്രാവാക്യമായിരുന്നു അത്, വഹാം നരേന്ദർ യഹാം ദേവേന്ദർ. പക്ഷേ അത് മുദ്രാവാക്യം ശാശ്വതമായില്ല എന്നുള്ളതൊക്കെ ശരി. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇനി രാഷ്ട്രീയത്തിൽ നമ്മൾ പറയുന്ന ആ കുതിരക്കച്ചവടത്തിൽ തന്നെയാണ് ശിവസേന പിളർന്നത്. കുതിരക്കച്ചവടത്തിൽ തന്നെയാണ് അജിത് പവാറിന്റെ ആൾക്കാരും ഇപ്പുറത്ത് ചേർന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ BJPയുടെ രാഷ്ട്രീയ തന്ത്രം അത് വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ഫോറത്തിൽ ഞാനും മോഹൻ വർഗീസ് സാറും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, ഒരു നേരിയ ഭൂരിപക്ഷത്തിലേക്കാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായും ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രി പദം ഒഴിയാൻ തയ്യാറാവില്ല എന്നുള്ളത്. പക്ഷെ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വിലപേശലിന് ശക്തിയില്ല. കാരണം അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റത്തില്ല. അവിടെ ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ ആ പഴയ BJPയുടെ മുദ്രാവാക്യം വഹാം നരേന്ദർ യഹാം ദേവേന്ദർ, ആ മുദ്രാവാക്യം അത് ഒരു 5 കൊല്ലത്തിന് ശേഷം
വീണ്ടും അങ്ങനെ ഒരു മുദ്രാവാക്യം അത് വരുന്നു എന്നുള്ളത് ഒരു കൗതുകകരമാണ്. ഇവിടെ കൃഷ്ണരാജ് ചോദിച്ചതിനെയൊക്കെ ഞാനൊരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഞങ്ങളിപ്പോ ബോംബെയിലെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷം എന്ന നിലയിലും ഞങ്ങളുടെ തന്ത്രത്തിനുണ്ടായിരിക്കുന്ന പാളിച്ചകൾ, കാരണം ഇത്രയും ഒരു വലിയ പരാജയം, പ്രത്യേകിച്ച് ശരത് പവാറിനെ പോലെ ഇപ്പോൾ വയസ്സായി എങ്കിൽ പോലും ശരത് പവാറിനെ പോലെ ഒരാള് മഹാരാഷ്ട്രയുടെ മനസ്സ് ഇതുപോലെ കൃത്യമായിട്ട് വായിച്ചറിയാൻ പറ്റുന്ന ഒരാള്, അദ്ദേഹവും അതുപോലെ തന്നെ ബാൽ ഠാക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെ, ബാൽ ഠാക്കറെയുടെ എല്ലാ രാഷ്ട്രീയ ചരിത്രവും പാരമ്പര്യവും ഉള്ളയാളാണ്. പക്ഷെ അവരെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നാനാ പട്ടാളെ എല്ലാ നേതാക്കളും കോൺഗ്രസ് വിട്ട് ഒരുമാതിരിപ്പെട്ട അശോക് ചവാനെ പോലുള്ള ആളുകളെല്ലാം പോയതിനു ശേഷവും കോൺഗ്രസിനെ ഏതാണ്ട് ഒരു ഒറ്റയാൾ പട്ടാളം എന്ന നിലയിലാണ് ശ്രീ നാനാ പട്ടാള ഈ പാർട്ടിയെ നയിച്ചതും. അതിന്റെ ഒരു ഫലം ഞങ്ങൾക്ക് കഴിഞ്ഞ പാർലമെന്റ്, വെറുതെയല്ല ഞങ്ങൾ പറയുന്നത്, 6 മാസം മുമ്പുണ്ടായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങള് മഹാരാഷ്ട്രയിൽ ഉണ്ടായ ഞങ്ങളുടെ ഒരു അഭൂതപൂർവമായ ഒരു വിജയം എന്ന് പറയുന്നത് അത് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമായിരുന്നു. ഒരുപക്ഷെ പാർലമെന്റിൽ BJP-യുടെ അംഗസംഖ്യ 240 എത്താൻ പ്രധാന കാരണങ്ങളിലൊന്ന് ഉത്തർപ്രദേശിന് ശേഷം അത് മഹാരാഷ്ട്രയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇത് ഞങ്ങളെ മാത്രമല്ല, ഇപ്പൊ മോഹൻ ബഗീർ സാർ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹവും സൂചിപ്പിക്കും, എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഇത്രയും വലിയൊരു പരാജയം എങ്ങനെ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഞങ്ങൾ ആദ്യം വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഇനി ഒരുപക്ഷെ പ്രകാശ് അംബേദ്കറുടെ പാർട്ടി, എന്താ പറഞ്ഞ വഞ്ചിത് മഹാജൻ സഭ എന്ന് പറയുന്ന അവരുടെ പാർട്ടി, പിന്നെ ഉള്ളത് അസദുദ്ദീൻ ഒവൈസിയുടെ ഒരു പാർട്ടിയാണ് AIIMA, ഓൾ ഇന്ത്യ ഇത്തിഹാദി മസ്ജിദ്, ഓൾ ഇന്ത്യ മസ്ജിദ് ഇത്തിഹാദി മുസൽമാൻ എന്ന് പറയുന്ന പഴയ സുൽത്താൻ സലാഹുദ്ദീൻ ഒവൈസി തുടങ്ങി ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി. ഇവരൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു 4%, 5% വോട്ടുകൾ മാറുകയും അത് ജനാധിപത്യ മുന്നണിക്ക് അല്ലെങ്കിൽ ജനാധിപത്യ ചേരിക്ക്, മതേതര ചേരിക്ക് കിട്ടേണ്ട വോട്ടുകളെ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളെ ഒക്കെ ഭിന്നിപ്പിക്കുന്ന, പക്ഷെ ഇപ്പൊ അവരൊന്നും ചിത്രത്തിലില്ലാതെ അതായത് എല്ലാ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെയും അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഈ വിജയം എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് ഞങ്ങൾ നിശ്ചയമായും അത് പഠനം നടത്തേണ്ട ഒന്നാണ്. എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് വളരെ ഗൗരവത്തിൽ, വളരെ ആഴത്തിൽ തന്നെ. കാരണം ഇപ്പൊ ഞങ്ങൾ ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് സൂചിപ്പിച്ചത് ശരിയാ, പ്രതിപക്ഷം ഇല്ല എന്നുള്ള ഒരു നിലയിൽ പോലും എത്തിയിരിക്കുന്ന ഈ അഭൂതപൂർവമായ ഒരു വിജയത്തിന്റെ കാരണം എന്ത് എന്നുള്ളത് അത് പഠനം നടത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും ഞങ്ങളുടെ അവിടുത്തെ സ്ട്രാറ്റജി ഇപ്പൊ വിജയിച്ചില്ല എന്നുള്ളത് ഖേദപൂർവ്വം ഞാൻ സമ്മതിക്കുകയാണ്.